കരുണാനിധിയെ കാൽവരിയന്റെ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. കൃപായകണം കൃപാനിധിയെ 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 കൃപായകണം കൃപാനിധിയെ 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 മുൻപേ പോയാൽ പിൻപേ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. കരുണാനിധിയെ കാൽവരിയന്റെ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തുവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് 23-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ മറ്റുള്ളവരുടെ ദയയും കരുണയും കാണിക്കുന്നവർ ഒരിക്കലും പരാജിതരാകില്ല എന്നുള്ളൊരു ചിന്തയാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഒരിക്കൽ പാവപ്പെട്ട ഒരു മനുഷ്യൻ നടന്ന് അലഞ്ഞ് വലിയ ഒരു വീട്ടിൽ ചെന്നിട്ട് കുടിക്കുവാൻ അല്പം വെള്ളം ചോദിച്ചു. ആ ഭവനത്തിലെ സ്ത്രീ ആ മനുഷ്യൻ്റെ വേഷം കണ്ടിട്ട് അയാളെ അവിടെ നിന്ന് ആട്ടി ഓടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കഴിക്കാനൊന്നും ചോദിച്ചില്ല, കുടിക്കാൻ അല്പം വെള്ളമല്ലേ ചോദിച്ചുള്ളൂ. ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ ഇവിടം വിട്ട് പോകണം, നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ വാട എനിക്ക് സഹിക്കില്ലെന്നില്ല. ആ മനുഷ്യൻ അവിടം വിട്ടു പോയി. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഭവനം കണ്ടു. അവിടേക്ക് അയാൾ ചെന്നു. ഉടനെ ആ ഭവനത്തിലെ വൃദ്ധനായ മനുഷ്യൻ ഇറങ്ങി വന്നപ്പോൾ, എനിക്ക് കുടിക്കുവാൻ അല്പം വെള്ളം തരുമോ എന്ന് ചോദിച്ചു. സന്തോഷത്തോടെ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഉപയോഗിക്കാനുള്ള അല്പം വെള്ളമേ ഉള്ളൂ, എങ്കിലും നമുക്ക് ഒരുമിച്ച് പങ്കിടാമെന്ന് പറഞ്ഞു. ആ മനുഷ്യനെ അകത്തേക്ക് ക്ഷണിച്ചു. വെള്ളം കൊടുത്തു കൊണ്ടിരിക്കുമ്പോൾ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, എനിക്കുള്ളതെന്ന് പറയുവാൻ ഒന്നുമില്ല, എല്ലാം ദൈവം തന്ന ദാനമാണ്. അത് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കുമ്പോൾ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഞാൻ കൊടുക്കുന്നതിന് അനുസരിച്ച് ദൈവം എനിക്ക് തന്നുകൊണ്ടിരിക്കും. നാളെക്കുറിച്ച് എനിക്ക് ആകുലതകളില്ല. ദൈവം എന്നെ നിത്യം പോറ്റി പുലർത്തുന്നു. അപ്പോൾ ആ സാധു മനുഷ്യൻ വെള്ളം കുടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിനാൽ ദൈവം നിങ്ങളോടും കരുണ കാണിക്കും. അതിപ്പോൾ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞു. സാധുവായ മനുഷ്യൻ പടിയിറങ്ങി യാത്രയായി. വൃദ്ധനായ മനുഷ്യൻ പിറകിലോട്ട് നോക്കിയപ്പോൾ ഒരു ബാഗ് മേശപ്പുറത്തിരിക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടു. വെള്ളം കുടിക്കുവാൻ വന്ന മനുഷ്യൻ്റേതല്ല, പിന്നെ ഇത് എവിടെ നിന്ന്? വൃദ്ധനായ മനുഷ്യൻ വാതിലിലേക്ക് ഓടി വന്ന് നോക്കിയപ്പോഴേക്കും വെള്ളം കുടിക്കാൻ വന്ന മനുഷ്യൻ അപ്രത്യക്ഷനായി. ബാഗ് തുറന്നു നോക്കിയപ്പോൾ തൻ്റെ കണ്ണുകൾക്ക് വിശ്വസിപ്പാനായില്ല. നിറച്ച് പണങ്ങളും സ്വർണ്ണ നാണയങ്ങളും. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വാക്യങ്ങൾ യഥാർത്ഥമായി അത് അവിടെ സംഭവിച്ചു. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. ഈ വാക്യങ്ങൾ നമ്മെ ഓരോരുത്തരെയും മറ്റുള്ളവരോട് കരുണ കാണിപ്പാനും ദയ കാണിപ്പാനും കാരണമാകട്ടെ. മീഖയുടെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ യഹോവ അരുളി ചെയ്തിരിക്കുന്നത്, മനുഷ്യൻ നല്ലതെന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതാൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ഇരിപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? 37-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കുക. മറ്റൊരു ഭാഗത്ത് പറയുന്നത്, നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചിലർക്ക് സമ്പത്ത് ധാരാളം ഉണ്ടായിരിക്കും, മറ്റു ചിലർക്ക് സമ്പത്ത് കുറവായിരിക്കും. എന്നാൽ രണ്ട് കൂട്ടർക്കും മറ്റുള്ളവരോട് ദയയും കരുണയും കാണിപ്പാൻ സാധിക്കും. ചിലർക്ക് സമ്പത്ത് വർദ്ധിച്ചു കഴിയുമ്പോൾ തങ്ങളുടെ പഴയ കാല അനുഭവങ്ങളെ പാടെ മറക്കുന്നത് മൂലമാണ്
മറ്റുള്ളവരോട് കരുണ കാണിപ്പാൻ മടിക്കുന്നത്? യേശുക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നത്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ആകയാൽ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ആയുസ് നമ്മുടെ സ്വന്തം വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല. നമ്മുടെ സഹജീവികൾക്കും പ്രയോജനമുള്ളതായി തീരുവാൻ അവരോട് ദയയും കരുണയുള്ളവരായിരിക്കാം. കരുണയുള്ളവർക്ക് കരുണയോടുകൂടിയുള്ള ന്യായവിധി ഉണ്ടാകും. ആകയാൽ മറ്റുള്ളവരോട് ദയയും കരുണയുള്ളവരായിരിക്കാൻ സർവശക്തനായ ദൈവം ഏവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.